പത്തനംതിട്ട വാഴമുട്ടത്താണ് ഇന്ന് പുലർച്ചെ 3:30-ക്ക് ശേഷം ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ കുരിശടിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം ഈ കുരിശടിയുടെ മുൻവശത്തെ ചില്ല് ഒരു കല്ല് ഉപയോഗിച്ച് എറിഞ്ഞ് തകർത്തിരിക്കുന്നു. വാഴമുട്ടം മാർ ബഹനാൻ ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ സെന്റ് മേരീസ് കുരിശടി, അവിടെയാണ് ഈ ഒരു ആക്രമണം നടന്നത്. ഇപ്പോൾ ആക്രമികൾ ഉപയോഗിച്ച കല്ലും നമുക്ക് കാണാൻ സാധിക്കും. ആ ചില്ല് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. രാവിലെ പോലീസ് എത്തി വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുരിശടിയിൽ CCTV സ്ഥാപിച്ചിട്ടില്ല. ഇതിന്റെ പരിസരത്തുള്ള ഭാഗങ്ങളിലും CCTV സ്ഥാപിച്ചിട്ടില്ല. അതിനാൽ തന്നെ റോഡിൽ കൂടി പോകുന്ന ആ സമയത്ത് പോയ വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. പത്തനംതിട്ട പോലീസ് ഒരു ഓട്ടോറിക്ഷയുടെ ദൃശ്യം ശേഖരിച്ചിട്ടുണ്ട്. ഇതിന് പരിസരത്തുള്ള ആളുകൾ പറയുന്നത് പുലർച്ചെ 3 മണിക്ക് ശേഷം ഈ കുരിശടിക്ക് മുന്നിൽ ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നിരുന്നു. അയൽപ്പക്കത്തുള്ള ആള് ഇവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ ഓട്ടോറിക്ഷ വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് പോയതായും അയൽവാസി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങളുടെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചത്. അതിൽ ഒരു ഓട്ടോറിക്ഷ പോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ദേവാലയത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും നമ്മോടൊപ്പമുണ്ട്. ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു സംശയം? വാഴമുട്ടം മാർ ബഹനാൻ ഓർത്തഡോക്സ് വലിയ പള്ളി തുമ്പോൺ ഭദ്രാസനത്തിന്റെ പ്രമുഖ ദേവാലയങ്ങളിലൊന്നാണ്. ഈ കുരിശടി മതസൗഹാർദ്ദത്തിന് പേരുകേട്ടതായത്. അത് ഇവിടെ ഈ കുരിശ് വരുന്ന സമയം മുതൽ നാനാജാതി മതസ്ഥർ, പ്രത്യേകിച്ചും ഹൈന്ദവരും പ്രത്യേകിച്ചും കക്ഷിവഴക്കമുള്ളപ്പോൾ പോലും യാക്കോബാ സഭയും ഓർത്തഡോക്സ് സഭയും എല്ലാം ഒന്നിച്ചു പോകുന്നവരാണ്. ഈ കുരിശ് ഈ ജില്ലയിൽ ഇപ്പോൾ ഇത് രണ്ടാമത്തെയാണ്. വാര്യാപുരം സെന്റ് ഗ്രിഗോറിയോസ് ദേവാലയത്തിന്റെ കഴിഞ്ഞ ദിവസം കുരിശ് അവിടെ ദേവാലയം ആക്രമിച്ചു. അതിലെ പ്രതികളെ പിടികൂടുകയും ചെയ്തു പോലീസ്. പിടികൂടി. ഇത് വെളുപ്പിനെ 3 മണിക്കാണ്. ബോധപൂർവം ഒരുപക്ഷെ മതസൗഹാർദ്ദം തകർക്കത്തക്ക രീതിയിലുള്ള ഒരു ശ്രമങ്ങൾ മറുഭാഗത്തുണ്ടാകുന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പോലീസ് ഒന്ന് അന്വേഷണം നടത്തിയല്ലോ. അപ്പോൾ പോലീസിൽ നിന്ന് എന്താണ് വിവരം ലഭിക്കുന്നത്? രാവിലെ അവർ അന്വേഷണം നടത്തി CCTV ഒക്കെ ചെക്ക് ചെയ്തു. അവർക്കൊരു ചെറിയ വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. വീണ്ടും അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ പോലീസിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയാണ്. യുവജനങ്ങളെ സംബന്ധിച്ചോളം ഇതൊക്കെ സമാധാനപരമായി പോകണമെന്നാണ് ഉള്ളത്. യുവജന പ്രസ്ഥാനത്തിന്റെ ചുമതലക്കാരനാണ് അദ്ദേഹം. രഞ്ജു. തീർച്ചയായിട്ടും ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഇതേപോലെയുള്ള പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാകേണ്ട അത്യാവശ്യമാണ്. മതസൗഹാർദ്ദത്തിന്റേതായ ഒരു വളനിലവെന്ന് അറിയപ്പെടുന്ന പത്തനംതിട്ടയിൽ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്നത് തീർത്തും നമുക്ക് അപലപനീയമാണ്. ഏതായാലും പത്തനംതിട്ട പോലീസ് ഈ ഒരു വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അവർ പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. പ്രതികൾ ഉടൻ തന്നെ പിടികൂടും എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.